ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലോട്ട് പറഞ്ഞത് മാരുതി സുസുക്കി സ്വിഫ്റ്റാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഡോർ ഹാൻഡിൽ നമുക്ക് എങ്ങനെ മാറാമെന്ന് നോക്കാം. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ ഡോർ ഹാൻഡിൽ പൊട്ടിയിട്ടുണ്ട്, ഔട്ട് സൈഡിലെ ഡോർ ഹാൻഡിൽ. അപ്പോൾ അതെങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്, ഇത് ഫുള്ളായിട്ട് പൊട്ടി ഇരിക്കുകയാണ്, അതായത് ഈ ഭാഗത്ത് നമുക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഭാഗത്തുനിന്ന് ഫുള്ളായിട്ട് പൊട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്നും ഫുള്ളായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് മാറുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഡോറ് തുറന്നിട്ട്, നമ്മളിപ്പോൾ ഡോറ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ മാറാനായിട്ട് ഈ കാണുന്ന ബൂട്ട് നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിരുന്നു. അത് സ്കൂട്ടർ ഉള്ളിലോട്ട് കയറ്റി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് നമുക്ക് കുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ബൂട്ട് നമുക്ക് ഇളക്കാനായിട്ട് ജസ്റ്റ് ഈ സ്ക്രൂ ഡ്രൈവർ ഇതിനുള്ളിലോട്ട് കയറ്റിയിട്ട് ഇതൊക്കെ തിക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇളക്കേണ്ടത് ഈ കാണുന്ന ഫ്ലവറിൻ്റെ ബോൾട്ടാണ് അഴിക്കേണ്ടത്. നേരെ കാണുന്ന ആ ഫ്ലവർ സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഫ്ലവർ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ T30 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിത് അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ സ്ക്രൂ ഫുള്ളായിട്ട് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് സ്ക്രൂ പോരില്ല, കാരണം ഇവിടെ ഈ സ്ക്രൂ വെളിയിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ലോക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെളിയിലോട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കില്ല. വേണമെങ്കിൽ ഊരിയെടുക്കാം, ഇത് ശകലം പൊക്കി കഴിഞ്ഞാൽ ഊരി വരും. അപ്പോൾ ഇത് ഊരി താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലോക്ക് ഊരിയെടുക്കണം. അപ്പോൾ അത് ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിക്കി കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ലോക്ക് ഊരി എടുത്തിട്ടുണ്ട്, ചാവി ലോക്ക് ഊരി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഹാൻഡിലിൽ ബാക്കിലോട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലോക്ക് വന്ന് കിടക്കുന്നത് ഇതിനകത്ത് ഈ ലിവറിലാണ്, ഈ കാണുന്ന ലിവറിലാണ് ഈ ലോക്ക് വന്ന് കിടക്കേണ്ടത്. ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് പിടിക്കുന്ന സമയത്ത്, ഈ ഡോർ ഹാൻഡിൽ ഇങ്ങോട്ട് പിടിക്കുന്ന സമയത്ത് ഈ ലിവർ ഇങ്ങോട്ട് തള്ളുമ്പോഴാണ് ഡോറ് ഓപ്പണായിട്ട് വരുന്നത്. ഇതിൻ്റെ പാടാണ്, ഇതും ഇതിൻ്റെ പാടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ഹാൻഡിൽ എടുക്കാം. നമ്മളിപ്പോൾ പുതിയ ഹാൻഡിൽ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ ഹാൻഡിൽ വരുന്നത്. അപ്പോൾ പുതിയ ഹാൻഡിൽ വരുമ്പോൾ ഇതിൻ്റെ കളർ ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെയും ബ്ലാക്ക് തന്നെയാണ്. ഇത് നമ്മൾ രണ്ടാമത് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഡോറിൻ്റെ കളർ പെയിൻറ്റ് ചെയ്ത് ഇടുന്നതാണ്. ഈ ബ്ലാക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒറിജിനൽ വരുന്നത് ഇതിൻ്റെ ബ്ലാക്ക് കളറായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കയറ്റിയിടാം. അപ്പോൾ ഇതിൻ്റെ പൊട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു ലോക്കുണ്ട്, ഇതിനകത്തൊരു പ്ലാസ്റ്റിക് ഹോൾഡറും കാണും. അപ്പോൾ ഇതാണ് ഒടിഞ്ഞു പോയേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോർ എപ്പോഴും തുറക്കുമ്പോൾ ഈ ഹാൻഡിൽ പിടിച്ചിട്ട് ഇവിടെ തള്ളിയിട്ട് വേണം ഡോറ് തുറക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ തുറക്കാതിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വലിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു നോബിൻ്റെ ഭാഗം, ഈ ലോക്കിൻ്റെ ഭാഗം പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് പൊട്ടിയിട്ടുണ്ട്, ഈ തള്ളിയ ഭാഗം ഇതിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ഇനി പുതിയത് മാറാം. അപ്പോൾ ഈ കാണുന്ന ഭാഗം ഇതിനകത്തായിട്ട് കയറി വീണം, ഈ ലിവറിനകത്തായിട്ട് കയറി വീണം. അപ്പോൾ എന്നാൽ മാത്രമേ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കുക. നമ്മളിപ്പോൾ ജസ്റ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ലോക്കിൻ്റെ ഭാഗം വരുന്നത് ഇവിടെ ഒരു വെട്ടുണ്ട്. ഈ വെട്ടിനകത്തിൽ കൂടെ കയറിയിട്ട് വേണം ഇത് ലോക്കായിട്ട് അകത്തോട്ട് പോകാനായിട്ട്, അതായത് ഈ ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് കയറ്റി വെക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ പാട് ഇട്ടിട്ടുണ്ട്. ഇനി നേരെ ഇതിനുള്ളിലായിട്ട് കയറ്റി വിട്ട് ജസ്റ്റ് ഒരു ശകലം ബാക്കിലോട്ട് വിട്ടതിന് ശേഷം ഈ ലോക്ക് ഇതിനായിട്ട് കറക്റ്റായിട്ട് ഇതിനകത്തോട്ട് വിടുക. അതിനുശേഷം ഇതിനെ ബാക്കിലോട്ട് തള്ളുക. ഈ ഭാഗം ബാക്കിലോട്ട് തള്ളി ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് തള്ളുക. ഓക്കെ, ബാക്കിലോട്ട് തള്ളിയതിന് ശേഷം ഫ്രണ്ടിലോട്ട് തള്ളിയിട്ട് നമ്മളിതിങ്ങനെ വലിച്ചു നോക്കുക, ടെമ്പർ ഉണ്ടോ എന്ന് നോക്കാം. മീൻസ് ആ ലോക്കിൽ വീണ് കിടപ്പുണ്ടോ നോക്കുക. കിടപ്പുണ്ടെങ്കിൽ മാത്രമേ ഡോറ് തുറന്ന് വരികയുള്ളൂ, ഇതുപോലെ തുറന്ന് വരികയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ടെമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് കറക്റ്റായിട്ട് ഈ ലോക്കിൽ വീണിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നോക്കിയാൽ അകത്തോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് കയറി വീണിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലോക്ക് കൊടുക്കാം.
ഇതിനകത്ത് കാണുന്ന ആ ഒരു സ്റ്റാർ പോലുള്ള വെട്ടിലാണ് ഇത് കയറി അറ്റാച്ചായിട്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ചാവി ഇടുമ്പോൾ, ഇവിടെ ചാവി ഇടുമ്പോൾ ലോക്കും അൺലോക്കും ചെയ്യുന്നത് ഈ ഭാഗമാണ്. നമ്മളിവിടെ ചാവി ഇട്ട് ലോക്ക് അൺലോക്ക് തേക്കുമ്പോൾ ഇവിടെയാണിത് തിരിയുന്നത്. ഇത് നേരെ തിരിയുമ്പോൾ ഇതിനുള്ളിൽ പോയിട്ട് ആക്ഷൻ ആവുകയാണ് ചെയ്യുന്നത്. അതിലാണ് അതിൻ്റെ ലോക്ക് അൺലോക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇനി നമുക്കിത് കയറ്റി വെക്കും. അപ്പോൾ ഇത് കയറ്റി വെക്കുന്നതിന് മുമ്പായിട്ട് ഓൾറെഡി ഇതിൻ്റെ ഇവിടെ ഒരു കപ്പ് വരുന്നുണ്ട്. ആ കപ്പും ഇല്ല. ആ കപ്പ് നമുക്കിപ്പോൾ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ട്. ഇതും ഈ ബ്ലാക്ക് കളർ തന്നെ ആയിരിക്കും ഒറിജിനൽ വരുന്നത്. അപ്പോൾ ഇത് കയറ്റാനായിട്ട് ഇവിടെ ഒരു വെട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു വെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 വെട്ടിലാണ് ഈ ഭാഗവും വന്നിട്ട് ലോക്ക് ആവുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കയറ്റിയെന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതിൽ കയറ്റി വെക്കാം. ഇപ്പോൾ ഈ ലോക്കിലോട്ട് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഇത് കറക്റ്റ് സെൻറ്ററാണോ നോക്കുക. സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വിടുക. പ്രസ് ചെയ്ത് വിടുമ്പോൾ ഇതിനുള്ളിലായിട്ട് കറക്റ്റ് ലോക്കായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതും ലോക്കായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കിത് കയറ്റി വെക്കാം. അപ്പോൾ കയറ്റി വെക്കാനായിട്ട് ഇനി നമുക്ക് ഇത് കയറ്റി വെക്കാം. അപ്പോൾ കയറ്റി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കറക്റ്റ് വെട്ട്, ഈ കാണുന്ന വെട്ട് ഇതിനുള്ളിലായിട്ട് നമ്മൾ അകത്തെ കാണുന്ന വെട്ടുമായിട്ട് കറക്റ്റായിട്ട് മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. ഈ സ്ക്രൂവിൻ്റെ ഭാഗം വരുന്നത് ഇങ്ങോട്ടായിരിക്കണം. ഇവിടെയാണ് നമ്മുടെ ആ ഫ്ലവർ അല്ലെങ്കിൽ സ്ക്രൂ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കയറ്റി വെക്കാം. കറക്റ്റായിട്ട് ഇതിനുള്ളിലായിട്ട് കയറ്റിയിടുക. അപ്പോൾ ഇത് സീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വരുന്ന ഫ്ലവറാണ് മുറുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലവർ മുറുക്കി വിടാം. അതുപോലെ നമ്മൾ ഇത് മുറുക്കുന്ന സമയത്ത് ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത് ലോക്കിൻ്റെ ഭാഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു ആ സ്ക്രൂവിൻ്റേതായിട്ടുള്ള ടൈറ്റ് മാത്രമേ ചെയ്യാവൂ. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഇടാം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഇടാം. ബൂട്ട് ഇടാനായിട്ട് ഇതാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് സിമ്പിളായിട്ട് ഇടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബൂട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഡോറ് അടച്ചിട്ടുണ്ട്. ഡോറ് നമ്മൾ എപ്പോഴും തുറക്കുമ്പോൾ ഇങ്ങനെ തുറക്കരുത്. ഇങ്ങനെ തുറക്കുന്നതുകൊണ്ടാണ് ഇത് പൊട്ടിപ്പോകാനുള്ള മെയിനായിട്ടുള്ള കാരണം. നമ്മൾ പെട്ടെന്ന് ഡോറ് തുറക്കുമ്പോൾ ഇങ്ങനെ വലിച്ച് തുറക്കരുത്. നമ്മളെപ്പോഴും ഡോറ് തുറക്കേണ്ടത് ഇവിടെ ഒരു തള്ളവിരൽ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡോറ് തുറക്കേണ്ടത്. ശരി, ഈ ഒരു ആംഗിളായിരിക്കണം ഇതിൻ്റെ ഡോറ് തുറക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ആഞ്ഞ് വലിച്ച് ഇങ്ങനെ ഒരു വലിച്ച് തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ തുറക്കും ചിലപ്പോൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആയിരിക്കും തുറക്കുന്നത്. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക്കാണ്. ഇത് പ്ലാസ്റ്റിക് പെട്ടെന്ന് പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിയതായിരിക്കണം ഇത് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഡോർ എപ്പോഴും തുറക്കുമ്പോൾ ഈ ഒരു ഇങ്ങനെയായിരിക്കണം തുറക്കേണ്ടത്. ഓക്കെ. അപ്പോൾ മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ഡോർ ഹാൻഡിൽ, ഔട്ടർ ഡോർ ഹാൻഡിൽ എങ്ങനെയാണ് മാറുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഫ്രണ്ട് നമുക്ക് ഈസി ആയിട്ട് മാറാനായിട്ട് സാധിക്കും. ഇതുപോലെ ഫ്ലവർ അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലോക്കിലോട്ട് കയറ്റി ഇടാനായിട്ട് സാധിക്കും. പക്ഷേ ബാക്കിലെ ഈ ഹാൻഡിൽ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോക്കിൻ്റെ ലാച്ചും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കണം. അതായത് ഈ ഡോറിനകത്ത് കാണുന്ന ലാച്ചും കാര്യങ്ങളൊക്കെ ഈ 3 സ്ക്രൂവും അഴിച്ചെടുത്ത് അതിൻ്റെ ലാച്ച് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഡോർ ഹാൻഡിൽ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ അതിൻ്റെ സ്ക്രൂ വരുന്നത് അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആ ലോക്ക് മാറ്റിയാൽ മാത്രമേ ഇതിൻ്റെ ബാക്കിലെ ഡോർ ഹാൻഡിൽ നമുക്ക് മാറാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ ഈ കാണുന്ന ഫ്ലവർ ആ ബൂട്ട് അഴിച്ച് കഴിഞ്ഞാൽ ആ ഫ്ലവർ അഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ സിമ്പിളായിട്ട് മാറിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ഡോർ ഹാൻഡിൽ, ഔട്ടർ ഡോർ ഹാൻഡിൽ എങ്ങനെയാണ് മാറുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.